സമൂഹത്തിലെ ഓരോ സാഹചര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും നേരെ പോകാത്തത്. അവിടെയുള്ള മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ് അതിന് തടസ്സമായി നിൽക്കുന്നത്. നല്ല മനുഷ്യർ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ, നല്ല മനുഷ്യർ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, നല്ല മനുഷ്യരാൽ നയിക്കപ്പെടുമ്പോൾ മാത്രമാണ് നല്ല ഔട്ട്കമൊക്കെ ഉണ്ടാവുകയുള്ളൂ. നമ്മളിപ്പോൾ ഇലക്ഷൻ ടൈമൊക്കെ കാണുകയായിരുന്നു. ഈ ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ പല നേതാക്കന്മാരെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തന്നെ വളരെ മോശം തോന്നിയ, നമ്മൾ വലുതെന്നൊക്കെ കണ്ട പല ആൾക്കാരും വളരെ ചീപ്പായി അവസാനിക്കുന്നത് കണ്ടു. ഇതിൻ്റെയൊക്കെ കാരണം അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സമയത്തുള്ള വാക്കുകൾ, പ്രലോഭിക്കപ്പെടുമ്പോൾ അവർ തന്നെ അറിയാതെ അവരുടെ കൺട്രോൾ നഷ്ടപ്പെടുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെയൊക്കെ കുട്ടികൾ നാളെ വളർന്നു വരുമ്പോൾ, അവർ സമൂഹത്തിലെ ഓരോ ശ്രേണിയിലേക്കും പോകുമ്പോൾ, അവർ ഡിഗ്നിഫൈഡായിട്ട് റെസ്പെക്റ്റ് ലഭിക്കുന്ന, വിശ്വസിക്കപ്പെടുന്ന, ക്വാളിറ്റിയുള്ള മനുഷ്യരായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 ലൈഫ് സ്കിൽസിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലമൊക്കെ കഴിഞ്ഞല്ലോ. നമ്മൾ പലപ്പോഴും ഈ മുതിർന്ന നേതാക്കന്മാരെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല പ്രതികരണങ്ങളും, പല രീതിയിലുള്ള ഇടപാടുകളും, പല രീതിയിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ചിലതൊക്കെ നമുക്ക് വളരെ അഭിമാനം തോന്നുന്നതാണ്, ചിലതൊക്കെ വളരെ ദുഃഖം തോന്നാറുണ്ട്. കാരണം നമ്മൾ വലിയ പ്രതീക്ഷകളോടെ കണ്ട ചില ആൾക്കാരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ലോകത്തെ ഏത് സാഹചര്യങ്ങളും ഏത് ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്കവിടെയൊക്കെ മുതിർന്ന മനുഷ്യരിൽ കാണുന്ന ചില പോരായ്മകൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെയൊക്കെ അടുത്ത തലമുറയിൽ, നമ്മുടെ കുട്ടികളിൽ, ചെറുപ്പക്കാരിലൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം. അതാണ് എന്നെപ്പോലെ ഒരാൾ എപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ പല കാര്യങ്ങളിലും വളരെ അപക്വമായ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പലരിലും കാണുമ്പോൾ ഇത് അടുത്ത തലമുറയിൽ വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാം. ഒരുപക്ഷെ ഒരു അധ്യാപകൻ എന്ന നിലയിലുള്ള എൻ്റെ ഒരു മനസ്സ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾ എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങളെയൊക്കെ പഠിക്കാൻ നിരന്തരമായിട്ട് ശ്രമിക്കാറുണ്ട്. പഠിപ്പിക്കാൻ അവസരങ്ങൾ കിട്ടണമെന്നില്ല, പക്ഷെ നമ്മളിത് പഠിച്ചു വയ്ക്കുക, നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോഴൊക്കെ പകർന്നു കൊടുക്കുക. അപ്പോൾ അത്തരത്തിൽ ചിന്തിച്ച ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ കുട്ടികളിൽ അത്യാവശ്യമായിട്ട് നമ്മൾ കൊണ്ടുവരേണ്ട ചില ലൈഫ് സ്കിൽസ് ഉണ്ട്. ഇതൊക്കെ ഭാവിയിൽ അവർ മോശക്കാരാകാതിരിക്കാൻ, തുച്ഛീകരിക്കപ്പെടാതിരിക്കാൻ ഒക്കെ അവരെ സഹായിക്കും. അവർ വിലയുള്ളവരായിത്തീരും, അവർ റെസ്പെക്റ്റ് ചെയ്യപ്പെടും, അവർ വിശ്വാസം ആർജിക്കും. ഇതിനൊക്കെ നമുക്ക് എന്ത് കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ളൊരു 5 കാര്യങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ. നമ്മുടെ ഒരു സെൽഫ് കൺട്രോളിലാണ് ഒരുപക്ഷെ നമ്മുടെ ഒരു സാധ്യതകളെല്ലാം നിലനിൽക്കുന്നത്. കാരണം ചുറ്റുപാട് നമ്മളെ ഒരുപാട് പ്രലോഭിപ്പിക്കും, ചുറ്റുപാട് നമ്മളെ പലതരത്തിലുള്ള അപകടത്തിലും കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ഇലക്ഷൻ കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്, ഈ മാധ്യമപ്രവർത്തകരൊക്കെ വളരെ ആവശ്യമില്ലാത്തതും അനാവശ്യമായതും ആയിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങൾ, അത് വ്യക്തി ജീവിതത്തിലും അതുപോലെ ഒരു തരത്തിലും അവർ ചിന്തിക്കാത്ത കാര്യങ്ങളെ പോലും അവരെ അത് കുത്തിപ്പൊക്കി എങ്ങനെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കും. പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് മാധ്യമ കൾച്ചറാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. പോസിറ്റീവായിട്ടുള്ള ഒരു മാധ്യമ കൾച്ചറില്ല. ഒരു ഇലക്ഷനിലൊക്കെ എന്തൊക്കെയാണ് ചർച്ചയാവേണ്ടത്, എങ്ങനെയാണ് ഒരു ഇലക്ഷനെ പറ്റിയുള്ള ഒരു നറേറ്റീവ് പോകേണ്ടത്, ഇതിനൊക്കെ വേണ്ടി വളരെ പോസിറ്റീവായിട്ട് ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകരൊക്കെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. പക്ഷേ ഒരു 10% പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു 90% ഇതൊരുമാതിരി ഒരു കച്ചവടം പോലെ, അല്ലെങ്കിൽ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഓടി നടക്കുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുത്ത്, എന്തെങ്കിലുമൊക്കെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരു സമൂഹത്തിൽ ഒരിക്കലും മൈക്ക് കൊടുക്കരുതാത്ത ആൾക്കാരെയൊക്കെ പിടിച്ച് അവരുടെ വായിലോട്ട് മൈക്ക് കുത്തിക്കയറ്റിയൊക്കെ നിൽക്കുന്ന അവസ്ഥകൾ ഭയാനകമാണ്. കാരണം അവരൊക്കെ അവരുടെ വായിൽ നിന്ന് വരുന്നതൊക്കെ മാലിന്യങ്ങളാണെങ്കിൽ പോലും അത് ആസ്വദിപ്പിക്കാനും അത് ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരു മാധ്യമ സംസ്കാരം വളരെ നിലവാരം കുറഞ്ഞതായിട്ട് പല ലോകരാജ്യങ്ങളിലെയൊക്കെ മാധ്യമ സംസ്കാരത്തെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, കാണുമ്പോഴൊക്കെ നമുക്ക് ഇതെങ്ങനെയൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് 2 സൈഡിലെയും പ്രശ്നമാണ്. ഈ ഇതിനകത്ത് വീണു പോകുന്ന, അത് കൊത്താതിരുന്നാൽ മതി, കുഴപ്പമില്ല. പക്ഷെ അതിൽ പോയി വീണു പോകുന്ന രാഷ്ട്രീയക്കാരും അതിനൊരു
ചില രാഷ്ട്രീയക്കാരൊക്കെ വളരെ കൃത്യമായിട്ട് അവർക്കറിയാം വേർ ടു ഡ്രോ ദ ലൈൻ, എവിടെ പ്രതികരിക്കണം, എവിടെ പ്രതികരിക്കരുത്, എന്ത് പറയണം, എന്ത് പറയരുത്. ഈ കാര്യത്തിലൊക്കെ നല്ല ഹോംവർക്ക് ചെയ്ത് കൃത്യമായി നീങ്ങുന്ന ചില ആൾക്കാരുണ്ട്. എന്നാൽ ചിലർ ഈ ട്രാപ്പിനകത്തൊക്കെ പോയി വീഴുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഈ ഏറ്റവും പ്രധാനമായൊരു സാധനം നമ്മുടെ ഈഗോയാണ്. ഈ ഈഗോയെ ഹർട്ട് ചെയ്താൽ നമ്മളുടെ താളം തെറ്റും. ഇപ്പോൾ ഈഗോ എന്ന് പറയുന്നതിനെ വളരെ മാന്യമായ ലെവലിൽ നിലനിർത്താൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അവരാരാണ്, എന്താണ് എന്നുള്ള ബോധ്യമൊക്കെ അവരിലുള്ളപ്പോൾ തന്നെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ പ്രഷർ ചെയ്യുമ്പോൾ അവിടെ പൊട്ടിത്തെറിക്കാതിരിക്കാനൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഉള്ളതല്ല, ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ കാലത്തേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം പ്രതികരിക്കേണ്ടതൊക്കെ. എനിക്കറിയാവുന്നൊരു മനുഷ്യൻ, അദ്ദേഹം വളരെ ഡീസൻ്റായിട്ടൊക്കെ ജീവിച്ച് വന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇലക്ഷൻ വന്നപ്പോൾ ജാതീയമായിട്ടും മതപരമായിട്ടും ഒക്കെ ഭയങ്കരമായിട്ടങ്ങ് കൈവിട്ടു പോയി പുള്ളിയുടെ. ഇപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുതൽ പുള്ളിക്ക് അതിൻ്റെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും പുള്ളിയെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും അങ്ങനെയുള്ളവരെയൊക്കെ കത്തിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ സമൂഹത്തിലുണ്ട്. അപ്പം ഇത് നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായത്തിലെ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് പിയർ പ്രഷറിനെയൊക്കെ എങ്ങനെ അതിജീവിക്കാം, മറ്റുള്ളവരൊക്കെ നമ്മളെ പ്രലോഭിപ്പിച്ചാൽ എങ്ങനെ അതിനകത്ത് വീഴാതിരിക്കാം, ദേഷ്യം വന്നാലും ആ ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, നമുക്ക് വരുന്ന വികാരങ്ങളെയൊക്കെ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി എങ്ങനെ കൃത്യമായി വിചാരങ്ങളെയും വികാരങ്ങളെയൊക്കെ ഉപയോഗിക്കാം. ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ചെറിയ പ്രായം മുതലേ കുട്ടികളെ പഠിപ്പിച്ചേ പറ്റുള്ളൂ. അത് ഭയമാണെങ്കിലും ആകുലതകളാണെങ്കിലും സ്ട്രെസ്സാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം നമ്മൾ പക്വമായി പ്രവർത്തിക്കാൻ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കുക. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കുട്ടികളെ ധാരാളമായിട്ട് കടത്തിവിടുക എന്നുള്ളതാണ്. അതിൽ നിന്ന് പരിരക്ഷിക്കാനല്ല ശ്രമിക്കേണ്ടത്. അത്തരം സാഹചര്യങ്ങളൊക്കെ അവർ നേരിടട്ടെ. അങ്ങനെയുള്ള ഒരു കളിയാക്കൽ സഹിക്കാൻ വരും, കളിയാക്കലൊക്കെ അവർ നേരിടട്ടെ. ഒരു കളിയാക്കലൊന്നും ഒരു വലിയ പ്രശ്നമല്ല. അതൊന്നും ബോഡി ഷെയ്മിങ് ആണ്, ആ ഷെയ്മിങ് ആണ്, ഈ ഷെയ്മിങ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുമ്മാതെ അവരെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്ത് നശിപ്പിച്ച് കളയരുത്. അവർ ഇച്ചിരി കളിയാക്കലുകളൊക്കെ നേരിടട്ടെ, അല്ലെങ്കിൽ ഒരു തമാശയായിട്ട് എടുക്കാൻ പഠിക്കട്ടെ. ഇതെല്ലാം അവരെ സംബന്ധിച്ച് ആരോഗ്യപരമായ റിലേഷൻഷിപ്പ്, ആരോഗ്യപരമായ ഒരു സോഷ്യൽ റിഫ്ലക്ഷനൊക്കെ വരണമെങ്കിൽ ഇമോഷൻസിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാത്ത ആൾക്കാർക്ക് റെസ്പെക്റ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈസ് ബേസ്ഡ് ഓൺ അവർ ഇമോഷണൽ കൺട്രോൾ. അപ്പം അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. എല്ലാവർക്കും റെസ്പെക്റ്റ് വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ റെസ്പെക്റ്റ് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? ചില ആൾക്കാരൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അവർക്ക് വോട്ട് കിട്ടിയില്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. എന്തുകൊണ്ടാണ് വോട്ട് കിട്ടാത്തത്? അത് അവരുടെ ഇത്തരത്തിലുള്ള വൈകാരികമായ ഔട്ട്ബേസ്റ്റുകൾ കൊണ്ടാണ്. പക്വമായി ഇടപെടാൻ അവർക്ക് അറിയില്ലെന്ന് ജനങ്ങൾ വിശ്വസിച്ച് പോയാൽ അങ്ങനെയുള്ളവരെ ഒരു ജനപ്രതിനിധിയാക്കാൻ ആരും ശ്രമിക്കത്തില്ല. അപ്പോൾ നമ്മൾ പക്വതയുള്ള ആളാണ് എങ്കിൽ മാത്രമേ, കാരണം ഞങ്ങളുടെ പ്രതിനിധിയാകുന്ന ഒരാൾ പക്വമായ ഒരു മനുഷ്യനായിരിക്കണം, നോബിളായിരിക്കണം, ക്വാളിറ്റിയുള്ള ആളായിരിക്കണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം കാണും. എല്ലാത്തിനും അതീതമായി ഒരു നിഷ്പക്ഷമായ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അവരാണ്. അവർ മാന്യനായ ഒരാളിന്, അന്തസ്സുള്ള ഒരാളിന്, പക്വതയുള്ള ഒരാളിന്, നൊബിലിറ്റിയുള്ള ഒരാളിനെ മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. പാർട്ടി ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ അവർ അന്ധമായി വോട്ട് ചെയ്തെന്നൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ തിരഞ്ഞെടുക്കപ്പെടേണ്ടവരാണെങ്കിൽ, റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടവരാണെങ്കിൽ, അവർക്കൊരു ഡിഗ്നിറ്റിയൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെറിയ പ്രായം മുതലേ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അവരെ പഠിപ്പിക്കാം. അത് പഠിപ്പിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നം പേരൻസിനും ടീച്ചേഴ്സിനും ഉണ്ട്. ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാവുന്നവരാണെന്ന് കുട്ടികൾക്കും ബോധ്യം വരണം. കാരണം അവരോടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാനുള്ള ഇന്നത്തെ ബുദ്ധിമുട്ട്, പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഈ ഇമോഷണൽ കൺട്രോൾ, ഇമോഷണൽ ഇൻ്റലിജൻസൊക്കെ പഠിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം നല്ല മാതൃകകളെ കാണിച്ചു കൊടുക്കാനില്ല എന്നുള്ളതാണ്. വെറും തിയററ്റിക്കലായിട്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ പ്രലോഭനങ്ങളിലും പ്രശ്നങ്ങളിലും സങ്കീർണതകളിലും ഒക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോടൊക്കെ പെരുമാറിയത്, അതിനോടൊക്കെ പ്രതികരിച്ചത്? ഒരു അബദ്ധം തന്നെ പറ്റി, അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിയെന്നും പറഞ്ഞിട്ട് ഉടനെ എല്ലാവരും ചുറ്റുപാടുമുള്ളവരെ എല്ലാവരും കൂടെ കത്തിക്കാനും വളരെ മോശപ്പെട്ട രീതിയിൽ പ്രതികരിക്കാനും ഒക്കെ പോയി കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. നമ്മളീ പൊതിഞ്ഞു പിടിച്ച പേഴ്സണാലിറ്റിയൊക്കെ വെറും തട്ടിപ്പായിരുന്നു എന്നുള്ളത് എല്ലാവരും അറിയാൻ ഇടയാവും. രണ്ടാമതായിട്ട് ഒരു കാര്യം എല്ലാവരിലും പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ പണം മാനേജ് ചെയ്യാൻ പഠിപ്പിക്കണം.
വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ ആത്മഹത്യയിലൊക്കെ പോകുന്നു. ഒരുപാട് പേര് എല്ലാ സാധ്യതകളും ഇല്ലാതാക്കി വളരെ മോശപ്പെട്ട അവസ്ഥയിലെത്തി. നല്ല നിലയിൽ ജീവിക്കാൻ സാധിക്കുമായിരുന്ന ധാരാളം ആൾക്കാരെ ഇന്ന് സാമ്പത്തികമായ വലിയ കെടുതിയിൽ അല്ലെങ്കിൽ വലിയ നഷ്ടത്തിലൊക്കെ ഇന്ന് കാണുന്നുണ്ട്. പണത്തെ പറ്റിയുള്ള ശരിയായ ഒരു ബോധം ചെറിയ കാലം മുതലേ കുട്ടികളിൽ ഉണ്ടാക്കണം. അത് പണം അവർക്ക് കൊടുത്തും പണത്തെ മാനേജ് ചെയ്യാൻ അവർക്ക് സാഹചര്യങ്ങൾ കൊടുത്തും ഒക്കെ തന്നെ അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ വാങ്ങിക്കാനും അത് തിരഞ്ഞെടുക്കാനും ഒക്കെ പഠിപ്പിക്കണം. എന്തൊക്കെയാണ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാവുന്ന എത്രയാണ്, എത്ര നമ്മൾ സേവ് ചെയ്യണം, ഏതൊക്കെയാണ് നമ്മളൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് എത്ര ശതമാനം നമുക്ക് ചിലവഴിക്കാം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. ഇപ്പം വീട്ടിൽ ഒരു കട്ടിൽ വാങ്ങിക്കുന്നതും പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിക്കുന്നതും രണ്ട് തരത്തിലുള്ള എക്സ്പെൻസാണ്. ആ കട്ടിലെന്ന് പറയുന്നത് വർഷങ്ങൾ ഉപയോഗിക്കാനുള്ളതാണ്. അപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ സ്ഥായിയായ നമ്മുടെ ആസ്തികളായി മാറുന്നതാണ്. ചിലതൊക്കെ വെറും പിന്നെ ചിലവായിട്ട് മാത്രം പോകുന്നതാണ്. അപ്പോൾ ചിലവായിട്ട് മാത്രം പോകുന്ന കാര്യങ്ങൾ വേണ്ടാന്നല്ല, അതൊക്കെ എത്ര കണ്ട് വേണം. നമ്മുടെ ഒരു വരുമാനം എന്തും വേണ്ടിയുണ്ട്. നമുക്കൊരു മാസം നടന്നു പോകണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്, ഓരോ ഇപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരും മറ്റുള്ളവരും കൂട്ടുകാരും ഒക്കെ വലിയ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരെ നോക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത്തരം കമ്പാരിസൺസൊക്കെ ഇന്ന് കുട്ടികളിൽ ഒത്തിരി കൂടുതലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പേരൻസ് തന്നെ അവിടെ ഒരു തെറ്റ് സംഭവിക്കാറുണ്ട്. നമുക്ക് ചേരാത്ത സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടുവിടും. അവിടെ തന്നെ ആ സ്പെൻഡിങ്ങിലൊരു റോങ് മോഡലാണ് മാതാപിതാക്കൾ തന്നെ കാണിക്കുന്നത്. കാരണം നമുക്കൊരു കുട്ടിയേ ഉള്ളൂ, 2 കുട്ടിയേ ഉള്ളൂ, എന്നാൽ പിന്നെ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടായാലും കടമെടുത്തിട്ടായാലും വലിയ സ്കൂളിൽ കൊണ്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് വലിയ ഫീസൊക്കെ കൊണ്ട് കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ അവിടെ മുതലേ തെറ്റ് കാണും. കാരണം ആ കുട്ടി ചെന്ന് കയറുന്ന ആ സ്ഥലത്തെ അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ വളരെയധികം സാമ്പത്തികമായ ഉയർന്നു നിൽക്കുന്ന വീടുകളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ആ കുട്ടികളൊക്കെ കാണിക്കുന്നതൊക്കെ വാങ്ങിക്കാനും കാണിക്കാനും ഒക്കെ ഈ കുട്ടിയും തുടങ്ങും. അതൊക്കെ അവിടെ നിന്ന് തന്നെ തെറ്റുകയാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ ഏത് സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കും നമ്മുടെ പിന്നെ ചുറ്റുപാടിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ജീവിത രീതിക്കുമൊക്കെ ചേർന്ന സ്കൂളുകളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ പഠിപ്പിക്കുക. അതിനൊരു എക്സ്പ്ലനേഷൻ നമുക്കുണ്ടായിരിക്കണം. എന്തുകൊണ്ടാണല്ല പല പേരൻസും പറയുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നിന്നെ അവിടെ പഠിപ്പിച്ചു, അങ്ങനെയൊക്കെ എന്നും പറയേണ്ട വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്, അങ്ങനെ പഠിപ്പിച്ചിട്ടൊരു ഗുണം ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചേരുന്നിടത്താണോ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതൊക്കെ വളരെ പ്രധാനമാണ്. കുട്ടികളെ ചെറിയ പ്രായം മുതലേ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ വീട്ടിൽ തന്നെ നമ്മൾ എന്തും വേണ്ടി വീട്ടിൽ പിന്നെ ചിലവ് കുറഞ്ഞ രീതിയിലൊക്കെ ജീവിക്കാൻ അപ്പനും അമ്മയും മാതൃകയാണോ? അപ്പനും അമ്മയ്ക്കും ഒരു സിംപ്ലിസിറ്റി ഉണ്ടോ? അവരുടെ ജീവിതത്തിൽ പിന്നെ ഒരു അച്ചടക്കം, സാമ്പത്തികമായ ഒരു അച്ചടക്കമുണ്ടോ? അവരുടെ വാങ്ങീരുകളിൽ ഒരു ലോജിക്കുണ്ട്. ഓൺലൈനിലൊക്കെ കണ്ടമാനം വാങ്ങിച്ചു കൂട്ടുന്ന മാതാപിതാക്കൾ തന്നെയുണ്ട്. ഇത് കണ്ടു വളരുന്ന കുട്ടികൾ എവിടെയാണ് ചെന്നെത്തുക? അപ്പോൾ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയും അത് ലോജിക്കലായിട്ടും ബുദ്ധിപരമായിട്ടും എങ്ങനെ ചിലവഴിക്കണമെന്നും അതുപോലെ കടമെന്നൊക്കെ പറയുന്നത് കിട്ടുമെന്നുള്ളത് കൊണ്ടങ്ങ് വാങ്ങിച്ചു കൂട്ടരുത്. കാരണം നമുക്ക് കടം തരുന്ന 2 തരം സ്ഥാപനങ്ങളുണ്ട്. ചില സ്ഥാപനങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം അവരെ കടം കൊടുക്കാൻ പറ്റുന്ന ക്രെഡിബിലിറ്റിയുള്ള അതിനുള്ള സിബിൽ സ്കോറൊക്കെ ഉള്ളവർക്ക് മാത്രമേ കടം കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളെ പല വീട്ടുകാർക്കും ഇഷ്ടമല്ല. അവർ ഈ വാരി വലിച്ച് കൊടുക്കുന്നിടത്ത് പോകും. അതാരാണ്? ഒരു തരത്തിലും തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്തവനെ പറ്റിക്കാനുള്ള സ്ഥാപനങ്ങളാണ്. അവർ കടമൊക്കെ നമുക്ക് തരും, പക്ഷേ അതനുസരിച്ച് നമ്മളിൽ നിന്നുള്ള ഒരുപാട് ഡോക്യുമെൻറ്റുകൾ അവർ കയ്യിൽ വയ്ക്കുകയും അവസാനം നമ്മൾ തെരുവിലിറങ്ങുകയും ചെയ്യും. ഇതൊക്കെ കുട്ടിക്കാലം മുതലേ കുഞ്ഞുങ്ങളിൽ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിന് ചേർന്ന് വരുന്നൊരു സാധനമാണ് അധ്വാനം എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ പണം വേണമെങ്കിൽ കൂടുതൽ അധ്വാനിക്കണം. അപ്പോൾ കൂടുതൽ പണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ അധ്വാനം വേണം. അപ്പോൾ അധ്വാനത്തെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാടുകൂടെ കുട്ടികളിൽ ധാരാളമായിട്ടുണ്ടാകും. അതും വളരെ പ്രധാനമാണ്. നാളെ ആരുടെയും മുമ്പിൽ കൈ നീട്ടാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവസരം ഉണ്ടാവരുത്. ആരുടെയും മറ്റുള്ളവരെ ഒന്നും ആഗ്രഹിക്കാതെ ജീവിക്കാൻ പഠിക്കുക. നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഇതൊക്കെ ഒരു വലിയ ഡിഗ്നിറ്റിയാണ്. ഇത് ചെറിയ പ്രായം മുതലേ കുട്ടികളിൽ പഠിപ്പിക്കുന്നത് നന്നായിരിക്കുമ്പോൾ. മൂന്നാമത്തെ ഒരു വലിയ കാര്യം കാണുന്നത് നന്നായി ക്ലിയറായിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കുക. ഒരു ഇഫക്റ്റീവായിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കുക. ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. നമ്മൾ ഇപ്പോൾ പൊതുവേ കാണുന്നൊരു കാര്യമാണ്. പല ആൾക്കാരും ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അത് മഹാവൃത്തികേടാക്കി മാറ്റുകയാണ്. അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യത്തെ കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ക്ലിയറായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ പറയാൻ പഠിക്കണം. അങ്ങനെയുള്ളവരെയാണ് സമൂഹം സീരിയസ് ആയിട്ട് എടുക്കുന്നത്. നമ്മൾ ഈ ഇലക്ഷൻ ടൈമിൽ തന്നെ കണ്ടതാണ്. വളരെ വ്യക്തമായി കാര്യങ്ങളെ പറയുന്ന ആൾ
അവർക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് വളരെ ഹൈ ആണ്. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അവരുടെ അതൊരു ട്രെയിനിങ് ആണ്. കുറേയൊക്കെ ടാലൻ്റാണ് എന്നൊക്കെ പറയാമെങ്കിൽ അതൊക്കെ ഒരു ട്രെയിനിങ് ആണ്, ഒരു ഹോംവർക്കാണ്. കൃത്യമായി കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി, അതുപോലെ ഡേറ്റ ഉപയോഗിച്ച് സംസാരിക്കുക, കൃത്യമായ കണക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുക, കൃത്യമായ അറിവുകൾ ഉപയോഗിച്ച് സംസാരിക്കുക. എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് പറഞ്ഞ് പിന്നെ അപകടത്തിലാകുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായം മുതലേ വളരെ ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, കാര്യങ്ങളെ വ്യക്തമായിട്ട് പറയാൻ പഠിപ്പിക്കുക. അത് പറയാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കണം. പല വീടുകളിൽ അതിനൊരു അവസരം പോലും ഇല്ല. കുട്ടികൾക്ക് മറുപടി പറയാൻ പോലും അവസരങ്ങളില്ല. അവരെ കേൾക്കുന്നില്ല. അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. എങ്ങനെയാണ് ഇതിനെ കുറച്ചുകൂടെ എങ്ങനെ ബെറ്ററായിട്ടൊന്ന് പറയാൻ പറ്റുന്നത്? ഓക്കെ, നീ ഇപ്പോൾ പറഞ്ഞത് കൊള്ളാം, ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ബെറ്ററായിട്ട് പറയാൻ പറ്റുമോ? അപ്പോൾ അവരെ കൊണ്ട് തന്നെ എൻകറേജ് ചെയ്യിപ്പിച്ച് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പറയാനും, നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ, അതിന് നല്ല എക്സാമ്പിൾസ് ഉപയോഗിക്കാനും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുക. ഒരു സിനിമ തന്നെ കണ്ടാൽ ആ സിനിമയെപ്പറ്റി നിനക്ക് ആ സിനിമയിൽ നിന്ന് മനസ്സിലായത് എന്തൊക്കെയാണ്, അതിനെപ്പറ്റി ക്ലിയറായിട്ട് ഒരു 2 വാക്ക് ആ കുട്ടിക്ക് പറയാനും. പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെറിയ കുട്ടികളിൽ പഠിപ്പിക്കണം. ഈ അവധിക്കാലത്തൊക്കെ ഏറ്റവും നന്നായിട്ട് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ് പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഒരു നാളെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ചെല്ലുമ്പോൾ, ഇപ്പോൾ തൊഴിൽ രംഗത്തൊക്കെ നമുക്ക് ഇന്ന് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. ഒരു ഇൻ്റർവ്യൂ ഒക്കെ മറികടക്കാൻ പല കുട്ടികൾക്കും കഴിയുന്നില്ല. ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ചെന്നാൽ ബോഡി ലാംഗ്വേജ് തന്നെ ശരിയല്ല, വേഷവിധാനം ശരിയല്ല, സംസാരം ശരിയല്ല, എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. നമ്മളെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്കുകളിൽ മാത്രമല്ല, നമ്മുടെ ഭാവം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഡ്രസ്സിങ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ക്ലിയറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ക്ലാസ്സിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ തന്നെ, ഇപ്പോൾ ഒരു ടീച്ചേഴ്സിനോടൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ വർക്ക്ഷോപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ ഡ്രസ്സിങ് എന്ന് പറയുന്ന വലിയൊരു സന്ദേശമാണ്. നമ്മൾ കാഷ്വലായിട്ട് ഡ്രസ്സ് ചെയ്തൊരു ക്ലാസ്സിലേക്ക് ചെല്ലുന്നതും വളരെ ഇഫക്റ്റീവായിട്ട് ഡ്രസ്സ് ചെയ്തൊരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴും ഐ മീൻ ബിസിനസ് എന്നുള്ള ഒരു സന്ദേശം അവിടെ കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കും. ഷീ ഈസ് ഡ്രസ്ഡ് അപ്പ് ഫോർ ദ ഡേ എന്ന്, അല്ലെങ്കിൽ ഈസ് പ്രിപ്പയർഡ് ഫോർ ദ ഡേ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ വേഷത്തിലും നമ്മളുടെ വാക്കുകളിലുമൊക്കെ അത് പ്രതിഫലിക്കണം. അപ്പം അതെല്ലാം ഒരു കമ്മ്യൂണിക്കേഷനാണ്. ക്ലിയറായിട്ട് കാര്യങ്ങളെ പറയാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായം വരെ പഠിപ്പിക്കുക. അത്തരം ആൾക്കാരാണ് സീരിയസ് ആയിട്ട് കേൾക്കപ്പെടുന്നത്. അത്തരം ആൾക്കാരെയാണ് ലോകം സീരിയസ് ആയിട്ട് കാണുന്നത്. അവരിലൊക്കെ ഒരു പ്രതീക്ഷ അർപ്പിക്കും. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. ചെറിയ പ്രായം മുതലേ അത് കുട്ടികളിൽ ശീലിപ്പിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. 4മതായിട്ട് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ റെസ്പെക്റ്റിനെ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളെ അവഹേളിക്കുന്നിടത്ത്, നമ്മളെ മോശമാക്കുന്നിടത്ത് പറ്റിപ്പിടിച്ച് നിൽക്കാൻ, കോംപ്രമൈസ് ചെയ്ത് നിൽക്കാൻ ഒരിക്കലും കുട്ടികളെ പഠിപ്പിക്കരുത്. നമുക്ക് എവിടെയെങ്കിലും ഒരു റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ നമ്മൾ അവിടുന്ന് മാറിക്കണം. അത് ചെറിയ പ്രായം മുതലേ കുട്ടികളെ പഠിപ്പിക്കണം. പലതരത്തിലുള്ള എബ്യൂസുകളിലും മിസ്യൂസുകളിലുമൊക്കെ കുട്ടികൾ പെട്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പലപ്പോഴും അവഹേളനം സഹിച്ചും പലയിടത്തും പിടിച്ചു നിൽക്കാൻ ഭയം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഭയമാണ് ഒരു നോ പറയാൻ കഴിയാത്ത കുട്ടികൾ. ഒരു നോ പറയേണ്ടടുത്ത് നോ പറയണം. അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. ഒരു നോ പറഞ്ഞാൽ എനിക്ക് നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും, ഇല്ല. ഒരു നോ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഡിഗ്നിറ്റി ഉയർത്താൻ കഴിയുമോ, എൻ്റെ റെസ്പെക്റ്റ് ഉയർത്താൻ കഴിയുമോ, എൻ്റെ വാല്യൂ ഉയർത്താൻ കഴിയുമോ, ഐ മസ്റ്റ് സേ നോ. അത് പഠിക്കണം. ചെറിയ പ്രായം മുതലേ കുട്ടികൾ പഠിക്കണം. പല ആൾക്കാരുടെ ഒരു പ്രശ്നം, അവർക്ക് ജീവിതത്തിൽ ഒരു നോ പറയാൻ അറിയില്ല. എവിടെയാണ് അവരെ നിർത്തേണ്ടത്, വെൻ ടു ക്വിറ്റ്. ചില സമയത്ത് നമ്മൾ നിർത്തി പോകണം. ഇത് നിർത്തത്തില്ല, പിന്നെ അതിനകത്ത് കിടക്കുകയാണ്. ആവശ്യമില്ലാത്തടത്ത് അഭിപ്രായങ്ങൾ പറയാനും ആവശ്യമില്ലാത്തടത്തൊക്കെ കടിച്ചു തൂങ്ങി കിടക്കാനും ഒരിക്കലും ശ്രമിക്കരുത്. ആ കൃത്യസമയത്തൊക്കെ നമ്മൾ ഇറങ്ങി നടന്നാൽ ലോകം നമ്മളെ മാനിക്കും, ഒരു സംശയമില്ല. അങ്ങനെയുള്ളവർക്കാണ് റെസ്പെക്റ്റ് കിട്ടുന്നത്. അങ്ങനെയുള്ളവരെയാണ് ഡിഗ്നിറ്റിയോടെ ലോകം കാണുന്നത്. അങ്ങനെയുള്ളവരെയാണ് നോബിൾ എന്ന് വിളിക്കുന്നത്. ചില ആൾക്കാർ ഇലക്ഷൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇനിയും ഇലക്ഷനിൽ മത്സരിക്കാൻ ഞാനില്ല. അത് എന്തൊരു വലിയ ഡിഗ്നിറ്റിയാണ്. ഒരു പക്ഷേ പ്രായം കൊണ്ടായിരിക്കാം, ആരോഗ്യ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മതി ഇത്രയും കാലമൊക്കെ ഞാൻ ചെയ്തല്ലോ. ഇത് അങ്ങനെ ആർക്കെങ്കിലും ഒരു ഡിഗ്നിറ്റി ഉണ്ടോ? എത്ര കാലം മത്സരിച്ചിട്ട് വീണ്ടും സീറ്റിന് വേണ്ടി കിടന്ന് ആക്രാന്തം കാണിക്കുക, ചെറുപ്പക്കാരുടെ അവസരങ്ങൾ മുഴുവൻ തടയുക. ആലോചിച്ച് നോക്കിക്കേ, ഒരു സീറ്റും ഇല്ലാതെ, ഒരു സ്ഥാനവും ഇല്ലാതെ തന്നെ ഞാൻ ലോകത്ത് ഐഡൻറ്റിഫൈഡ് ആകുമ്പോഴാണ് ഞാനൊരു നേതാവാകുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനത്തിരുന്നാൽ മാത്രമേ ഞാൻ നേതാവാകുന്നുണ്ടെങ്കിൽ നീ ഒരു നേതാവല്ല, നീ ഒരു ഇത്തിളാണ്. എവിടെയോ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിന്നാൽ മാത്രമേ നിനക്ക് ഐഡൻറ്റിറ്റി ഉള്ളൂ. അത് ഇത്തിളാണ്.
പാരസൈറ്റാണ്. സ്വന്തമായി നിലനിൽക്കാൻ കഴിയണം, ഒരു സ്ഥാനവും ഇല്ലാതെ തന്നെ നിലനിൽക്കാൻ കഴിയണം. റോബിൻ ശർമ്മയുടെ മനോഹരമായൊരു പുസ്തകമാണ് ലീഡ് വിതൗട്ട് ടൈറ്റിൽ. ഒരു സ്ഥാനമാനവും ഇല്ലാതെ തന്നെ നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. ഒരു പ്രശ്നവുമില്ല. നമുക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കാൻ ഒരു സ്ഥാനവും ആവശ്യമില്ല. ഐഡൻറ്റിഫൈഡ് ആകാൻ ഒരു സ്ഥാനവും ആവശ്യമില്ല. അത് നമ്മുടെ ഒരു പേഴ്സണൽ ഡിഗ്നിറ്റിയും പേഴ്സണൽ റെസ്പെക്റ്റും ഉയർത്തി നിർത്തിയാൽ ലോകം നമ്മളെ സ്വീകരിക്കും. ഈ ചാർലി ചാപ്ലിൻ്റെ മനോഹരമായൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് അധികാരം വേണ്ടത് തിന്മ ചെയ്യണമെന്ന് നിർബന്ധമുള്ളപ്പോഴേ ഉള്ളൂ, നന്മ ചെയ്യാൻ അധികാരമൊന്നും വേണ്ട. നന്മ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അധികാരം ആവശ്യമില്ല. നിങ്ങളൊരു യഥാർത്ഥ നേതാവാണെങ്കിൽ നന്മ ചെയ്യാനാണ് ആഗ്രഹിക്കേണ്ടത്, അതിന് അധികാരത്തിൻ്റെ ആവശ്യമില്ല. അത് തെരേസയൊക്കെ ലോകം എത്രയൊക്കെ ദുഷിക്കാൻ ഒക്കെ പലരും ശ്രമിച്ചിട്ടും ദുഷിക്കാൻ ശ്രമിച്ചവർ നാണം കെട്ടുപോയി. കാരണം അത്ര കണ്ട് അവരുടെ നന്മ ലോകത്ത് സ്വീകരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പേഴ്സണലി പോയി വർത്തമാനം പറഞ്ഞിട്ടുള്ള ഒരാളാണ്. 7 വർഷത്തോളം കൽക്കട്ടയിലായിരുന്നു. നേരിട്ട് പോയി അടുത്തിരുന്ന് വർത്തമാനം പറയാൻ അവസരം കിട്ടിയ ഒരാളാണ്. അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇത്ര ദിവ്യമായ പ്രവർത്തനമാണ് അവരിലുള്ള. ഒരു അധികാരവും ആവശ്യമില്ല, ഒരു പൊസിഷനും വേണ്ട അവർക്ക്. ഷീസ് ഐഡൻറ്റിഫൈഡ് എവരിവെയർ. അങ്ങനെ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള എത്രയോ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഏതെല്ലാം മേഖലകളിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവർക്കൊരു പൊസിഷനും ആവശ്യമില്ല. പക്ഷെ അവരെപ്പറ്റി കേൾക്കുമ്പോൾ തന്നെ അവരുടെ മേഖലയെ ലോകം ഐഡൻറ്റിഫൈഡ്, അവരുടെ സേവനങ്ങളെ ലോകം ഐഡൻറ്റിഫൈ. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനൊരു 5 പേരെങ്കിലും കാണും. അതാണ് റിയൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് ലീഡർഷിപ്പ്, മറ്റൊന്നുമല്ല. ആ ലീഡർഷിപ്പാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതലേ പഠിപ്പിക്കണം. ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തടത്തൊന്നും കടിച്ചു തൂങ്ങി നിൽക്കരുത്. റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ വിട്ടേക്കണം. വിദേശ രാജ്യത്തൊക്കെ പോയി സാഹിബിൻ്റെ മോശമായ പ്രതികരണമൊക്കെ സഹിച്ച് അവിടെയൊക്കെ കഴിയുന്ന ധാരാളം കുട്ടികളുണ്ട്. അവർക്കൊക്കെ എന്തെല്ലാം പൊട്ടൻഷ്യലുണ്ട്. ഈ രാജ്യത്ത് വന്ന് അവർക്ക് എന്തെല്ലാം ചെയ്യാം. അത്രയും കാലം വിദേശത്തൊക്കെ കിട്ടിയ എക്സ്പോഷർ പോലും ഇവിടെ വന്ന് നല്ല രീതിയിൽ ഉപയോഗിച്ച് വലിയ നേട്ടങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ അത് ചെറിയ പ്രായം മുതലേ അവരെ പഠിപ്പിച്ചിട്ടില്ല. ആൻഡ് ഫൈനലി 5ാമതായിട്ട് നമ്മുടെ പ്രോമിസസ് കീപ്പ് ചെയ്യാൻ പഠിപ്പിക്കുക വലിയൊരു കാര്യമാണ്. അവിടെയാണ് വിശ്വാസം ഉണ്ടാകുന്നത്. പ്രകടന പത്രികയുമായിട്ടൊക്കെ ഓരോരുത്തർ വരുമ്പോൾ നമുക്കൊരു വിശ്വാസവുമില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികളിലൊന്നും നമുക്ക് വിശ്വാസമില്ല. അവരൊന്നും പറയുന്നത് ചെയ്യുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം ഡിഗ്നിറ്റി ഇല്ലാത്ത ഒരു 10-40 വർഷം നമ്മൾ കണ്ടു. ആ ഡിഗ്നിറ്റി, നിലവാരം കുറഞ്ഞ രാഷ്ട്രീയത്തിൽ മാത്രമല്ല എല്ലാ രംഗത്തും ആ നിലവാരമില്ലാത്തവർ, പറയുന്നത് പ്രവർത്തിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പ്രവർത്തിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം, കമ്മിറ്റ്മെൻറ്റ്, ഇൻറ്റഗ്രിറ്റി, അക്കൗണ്ടബിലിറ്റി എനിക്കുണ്ടെന്ന് ഫീൽ ചെയ്യാത്ത മനുഷ്യർ. ഇത് കൊച്ചു കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. ഒരു കാര്യം പ്രോമിസ് ചെയ്താൽ എന്ത് കോൺസിക്വൻസസ് വന്നാലും എന്ത് നേട്ടം വന്നാലും യു ഹാവ് ടു ഡു ഇറ്റ്. പിന്നെ അവരോട് നമ്മൾ കൊടുക്കുന്ന പ്രോമിസുകളും അങ്ങനെ തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം. അത് ചെയ്യുമ്പോൾ ആ കുട്ടികളും അങ്ങനെ അത് ഓണർ ചെയ്യാനായിട്ട് പഠിക്കും. നമ്മൾ അവരോട് എങ്ങനെയാണ് അത് പഠിപ്പിച്ചു കൊടുക്കുക, അതിലൂടെയാണ് അവരും പഠിപ്പിക്കുക. നമ്മളൊരു കാര്യം ഏറ്റാൽ അത് ചെയ്തിരിക്കണം. അതിന് എക്സ്ക്യൂസസ് പറഞ്ഞ് മാറരുത്. ഒഴിവൊഴിവ് പറഞ്ഞ് മാറുന്ന ധാരാളം ആൾക്കാരെ എനിക്കറിയാം. അവരുടെ മക്കളും അതേ രീതിയിലേക്ക് വളർന്നു വരും. ഇപ്പോൾ കുട്ടികളെയൊക്കെ ചെറിയ പ്രായം മുതലേ അവരോട് എന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി, ഒരു പക്ഷേ നമുക്ക് ആ സമയത്ത് കഴിഞ്ഞില്ലെങ്കിൽ പോലും അതിന് സോറി പറയുകയും അത് കൃത്യമായിട്ട് അതിന് ശേഷം ചെയ്തു കൊടുക്കുകയും വേണം. അങ്ങനെ ചെറിയ പ്രായം മുതലേ ഒരു പ്രോമിസിൻ്റെ വാല്യൂ എന്താണെന്ന് അവരറിയണം. അത് അവരുടെ വിശ്വാസം ആർജിക്കുന്നത് ആ പ്രോമിസുകൾ. ചിലരൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കിടന്ന് കരയുന്നതാണ്. എന്തുകൊണ്ടാണ് കരയേണ്ടി വരുന്നത്? അവരെ മുൻപ് അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഇനി അവരെ ആരും വിശ്വസിക്കത്തില്ല. ആ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയ ആൾക്കാർ പിന്നെ അതിന് പകരമായിട്ട് PR വർക്കുകളും അഡ്വർടൈസ്മെൻറ്റുകളും ഒക്കെ നടത്തി മനുഷ്യനെ വീണ്ടും കളിപ്പിക്കാൻ നോക്കും. പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യൻ ഒരിക്കൽ പറ്റിക്കപ്പെട്ടാൽ, 2 പ്രാവശ്യം പറ്റിക്കപ്പെട്ടാൽ, 3ാമത് പറ്റിക്കപ്പെടാനായിട്ട് ഒരിക്കലും ശ്രമിക്കത്തില്ല. എബ്രഹാം ലിങ്കൻ എൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ചിന്തയുണ്ട്. നമുക്ക് എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. കുറച്ച് കാലം നമുക്ക് എല്ലാവരെയും പറ്റിക്കാൻ പറ്റും. എല്ലാ കാലവും കുറച്ച് പേരെയും പറ്റിക്കാൻ പറ്റും. എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ വാക്കുകൾ, പ്രോമിസുകൾ, ഇതൊക്കെ ഓണർ ചെയ്യാൻ പഠിപ്പിക്കുക. ആ ഒരു ഡിഗ്നിറ്റി, ആ ഒരു ക്വാളിറ്റി കുട്ടികൾ ചെറിയ പ്രായം മുതലേ വളർത്തിയെടുക്കുക. പേരൻസൊക്കെ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. സ്കൂളുകളിലും ഈ കാര്യങ്ങളൊക്കെ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ലോകത്ത് നല്ല ഡിപ്പെൻഡബിളായിട്ടുള്ള, ക്രെഡിബിളായിട്ടുള്ള, വാല്യൂ ഉള്ള, റെസ്പെക്റ്റുള്ള മനുഷ്യരെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഷോർട്ടേജും അതാണ്. പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഏത് ഫീൽഡിൽ പോയാലാണ് ഏറ്റവും വലിയ സാധ്യത ഉണ്ടാകുക? ഞാൻ അവരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു ക്വാളിറ്റിയുള്ള, ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു
കേപ്പബിൾ ആയിട്ടുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺ ആകാൻ ശ്രമിക്കുക. റെസ്റ്റ് ഓഫ് ദ തിങ്സ് വിൽ കം ആൻഡ് ഫോളോ യു. ഒക്കെ എല്ലാം വന്നോളൂ. നമ്മൾ ഇതിൻ്റെ ഒന്നും പുറകിന് ഓടേണ്ട ഒരു കാര്യമില്ല. നല്ലൊരു മനുഷ്യൻ, കരുത്തനായ നല്ലൊരു മനുഷ്യൻ, പറയുന്ന കാര്യങ്ങളെ ചെയ്യുന്ന ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുക. ഒരുപക്ഷെ അതാണ് പേരൻസ് എല്ലാം ചിന്തിക്കേണ്ടത്. അതിന് പറ്റുന്നതാണോ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം? ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെയൊക്കെ ട്രെയിനിങ്ങുമായിട്ട് ഞാൻ ഓടി നടക്കണം. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കാണുന്ന ഒരു കാര്യം, അതിനൊക്കെ മോഡൽ ചെയ്യാൻ പറ്റുന്ന അധ്യാപകർ തന്നെ കുറഞ്ഞിരിക്കുന്നു. വളരെ ചെറിയൊരു വിഭാഗം ടീച്ചേഴ്സേ ഉള്ളൂ അവർക്ക് തന്നെ ഒരു പേഴ്സണൽ ഡിഗ്നിറ്റി ഉള്ളത്. കാരണം ഇതൊരു വെറും തൊഴിൽ പോലെ അങ്ങ് ചിന്തിക്കുകയാണ്. അങ്ങനെയല്ല. പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളുടെ മുമ്പിൽ നമുക്ക് നമ്മളെ ആണ് അവർ കണ്ടു പഠിക്കുന്നത്. ഒരു മനസ്സിലായിരിക്കണം, നമ്മളെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. വലിയ കാര്യങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് ആഗ്രഹിക്കുന്നവർ ആ വലിയ ജീവിതം ഉയർന്ന് ജീവിക്കാനൂടെ കടപ്പെട്ടവരാണ്. ആ ഒരു അക്കൗണ്ടബിലിറ്റി എല്ലാവർക്കുണ്ട്, ആ ഒരു റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കുണ്ട്. തീർച്ചയായിട്ടും അതിന് കഴിയുന്നൊരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇത് നല്ലതെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം വളരെ പ്രധാനമാണ്, ഈ അവധിക്കാലത്തൊക്കെ കുട്ടികൾക്കും പേരൻസിനൊക്കെ ഇതൊക്കെ കാണാനൊക്കെയുള്ള അവസരങ്ങളും സമയങ്ങളും ഉണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാവുന്ന കോൺടാക്ട്സിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഈ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്താൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ആൾക്കാർ വരികയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സമൂഹത്തിൽ ധാരാളമായിട്ട് കൂടുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതിലെല്ലാവരും ഒന്ന് സഹായിക്കുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.